ഹലോ കൂട്ടുകാരെ, എന്താണെന്ന് അറിയണ്ടേ? വരൂ, ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് വീട്ടിലുള്ള നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ എന്തായാലും പച്ചക്കറിയിൽ കാണുന്ന ഒരു സാധനമാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യമായി ജാർ വെക്കുകയാണ്. ജാർ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു ജ്യൂസ് അടിക്കാനാണ്. ആദ്യമേ ഇതെന്താണെന്നറിയാം, ക്യാരറ്റാണ്. ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ്, പകുതി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിള് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി പേരക്കയാണ് കേട്ടോ, വരവ് പേരക്കയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് വെള്ളം വീത്തി കൊടുക്കാം അല്ലേ? വെള്ളം വീത്തി, ആവശ്യത്തിനുള്ള വെള്ളം. ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് അടച്ചു കൊടുക്കാം. ഓക്കേ, ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും ഇത് രാവിലെ നമ്മൾ എന്തെങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം കേട്ടോ. കാപ്പി കുടിക്കുന്നതിനെക്കാട്ടി നല്ല ഒരു വിഭവം ഇതാണ്. നമുക്ക് വയറിന് നല്ല തണുപ്പും കിട്ടും, നമുക്ക് ദഹനശേഷി നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് ഒരു ജ്യൂസ് ചെയ്ത് നോക്കുക. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കണ്ട, ജ്യൂസ് റെഡിയായി അല്ലേ? അപ്പം ഇത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. രാവിലെ നമുക്ക് എന്ത് ചെയ്യണം? രാവിലെ പലഹാരം കഴിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 മണി വരെ ജോലിക്കൊക്കെ പോകുന്നവർ ഒരു 10 മണി വരെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും അല്ലേ? നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. കുറച്ച് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. ബ്ലഡ് കൂടുന്ന സാധനങ്ങളാണല്ലേ? ഇപ്പം നമ്മളെ വീട്ടിലെപ്പോഴും കാണുമല്ലോ അല്ലേ? അപ്പം ഇതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. രാവിലെ വെറും വയറ്റിൽ ഒന്ന് കഴിക്കുക. ഒരു ക്യാരറ്റ്, ഒരു ആവശ്യത്തിന് നമുക്ക് എത്ര ആളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ഒരാളോ 2 പേരോ 3 പേരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ളത് എടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പകുതി ബീറ്റ്റൂട്ട്, ഒരു ക്യാരറ്റ്, പകുതി പേരയ്ക്ക, ഇത്രയൊക്കെയാണ് ഞാൻ ഒരു ആപ്പിൾ, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കേ.